അഡ്വക്കേറ്റ് പി എ പ്രിജി കൂടി ചേരുകയാണ്. അഡ്വക്കേറ്റ് പി എ പ്രിജി, ഇത് തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഉള്ള ഒരു അവസാന നീക്കം, ഒരു അടവ് നയം എന്ന് ഇതിനെ പറയാം. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ പോരെ ശ്രീ പ്രിജി? ശ്രീ പ്രിജി കേൾക്കുന്നുണ്ടോ? ഒന്ന് മൈക്ക് ഓൺ ചെയ്യണേ. മ്യൂട്ടാണേ. കേൾക്കുന്നില്ല. ഹലോ, കേൾക്കാമോ? കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. പ്രിജി, ഇതൊരു അവസാന നീക്കം, അടവ് നയം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വ്യാഖ്യാനിക്കാമല്ലോ അല്ലേ? തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ വീടുകളിലേക്ക് പോകുന്നു, കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കാൻ. പിന്നെ ജനങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് കേൾക്കണം. ഇത്രയല്ലേ ഉള്ളൂ ഈ ഗൃഹ സന്ദർശനം എന്ന് പറയുന്നത്? അല്ല മഞ്ജുഷേ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാ കാലത്തും ഗൃഹസന്ദർശനം നടത്താറുണ്ട്. അതായത് CPM-ന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഗൃഹസന്ദർശനം. അത് തോൽക്കുന്ന സാഹചര്യത്തിലും ജയിക്കുന്ന സാഹചര്യത്തിലും ഒക്കെ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾക്ക് ഇപ്പോൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് 10 കുടുംബങ്ങൾക്ക് ചാർജ് കൊടുത്തുകൊണ്ടാണ് പണ്ടും ഈ തരത്തിലുള്ള പ്രവർത്തനം CPM നടത്തിയിട്ടുള്ളത്. അത് ഈ അവസാന കൈ എന്നുള്ള നിലയിലൊന്നും അല്ല. എപ്പോഴും ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിലപാട് തന്നെയാണ് CPM എന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗൃഹസന്ദർശനം നടത്തുന്നത് തീർച്ചയായും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ ഇതുവരെയുള്ള വികസന പരിപാടികളെ സംബന്ധിച്ച് ജനങ്ങളെ അറിയിക്കുക, അവരുമായി ഒരു സംവാദം നടത്തുക, അവരുമായി ഒരു സമ്പർക്കത്തിൽ ഏർപ്പെടുക, അതോടൊപ്പം തന്നെ ഓരോ പ്രദേശത്തും ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനി എത്തേണ്ടതുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുക, ആ തരത്തിൽ സംഘടനാ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് പോവുക എന്നുള്ളതാണ്. അത് ആദ്യമായിട്ടല്ല CPM ഗൃഹസന്ദർശനം നടത്താറുള്ളത്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അല്ലെങ്കിൽ സംഘടനാ സമ്മേളനങ്ങളുടെ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ തരത്തിലുള്ള ഈ തരത്തിലുള്ള ഗൃഹ സന്ദർശനങ്ങൾ നടത്താറുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. മഞ്ജുഷ് എന്താണ് അത് അങ്ങനെ ചോദിച്ചതെന്ന് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇതിവിടെ തോറ്റു നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നേതാക്കൾ പറയുന്നതും തോറ്റതിന് കാരണവും ജനങ്ങളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ്. അതായത് തോറ്റിട്ടില്ല എന്ന് പാർട്ടി പറയുന്നുമുണ്ട്, കാരണം കിട്ടിയ വോട്ടുകൾ കൂടുതലാണ്, അതുകൊണ്ട് തോറ്റിട്ടില്ല എന്ന്. പക്ഷെ ജനങ്ങൾ എന്തുകൊണ്ട് തോൽപ്പിച്ചു എന്ന് ജനങ്ങളിൽ നിന്ന് കേൾക്കണം. അതൊരു വൈരുദ്ധ്യമായിട്ട് തോന്നുന്നുമുണ്ട്. അല്ല, അങ്ങനെ വൈരുദ്ധ്യം ഇല്ലല്ലോ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറയുന്നത് ഒരു വസ്തുതയല്ലേ? കാരണം അതിന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വോട്ടുകളിൽ കൂടുതലുണ്ട് എന്നാണല്ലോ പാർട്ടി പറഞ്ഞത്. അല്ലാതെ തോറ്റില്ല എന്ന് പാർട്ടി പറഞ്ഞാലും അത് തോൽവി അല്ലാതാകുന്നില്ലല്ലോ. തോൽവി അംഗീകരിച്ചിട്ടില്ല, എന്തുകൊണ്ട് തോറ്റു എന്നും ആയിട്ടില്ല. അല്ല, ജനാധിപത്യ സംവിധാനത്തിൽ മഞ്ജുഷെ നമുക്ക് സാങ്കേതികമായി പറയാം, വോട്ടിന്റെ പാറ്റേൺ നോക്കുമ്പോൾ കൂടുതൽ വോട്ട് കിട്ടി, അതുകൊണ്ട് പാർട്ടിയുടെ അടിത്തറ നഷ്ടപ്പെട്ടിട്ടില്ല, പാർട്ടിക്ക് ഇപ്പോഴും വോട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ഈ സമവാക്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ എന്നാൽ കൂടുതൽ സ്ഥലങ്ങളിലും പാർട്ടിക്ക് തോൽവി ഉണ്ടായി. കോർപ്പറേഷനുകൾ നഷ്ടപ്പെട്ടു, ഗ്രാമപഞ്ചായത്തുകൾ കുറവുകൾ ഉണ്ടായി. ആ തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ പാർട്ടി വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ഗൃഹസന്ദർശനം നടത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇത് പ്രതിപക്ഷത്തിന്റെ പ്രചാരണം കൊണ്ടുണ്ടായതാണെന്നാണല്ലോ. പക്ഷെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല. എന്തായാലും പ്രതിപക്ഷം പ്രചാരണം നടത്തി ജനങ്ങളെ കൊണ്ട് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് എന്തായാലും അത് ജനങ്ങളെ കുറിച്ച് കാണുന്നത് തുല്യമാണ്. അല്ല, അതറിയട്ടെ മഞ്ജുഷ, ഈ ഗൃഹസന്ദർശനം ഇപ്പോ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും ഗൃഹസന്ദർശനം നടന്നു. അന്ന് പാർട്ടി ജയിച്ചു നിൽക്കുന്ന സന്ദർഭമല്ലേ? അതിനു മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഗൃഹസന്ദർശനം ഉണ്ടായിരുന്നു. സംഘടനാ സമ്മേളനങ്ങളുടെ സമയത്ത് ഗൃഹസന്ദർശനമുണ്ട്. ഇതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഒരു പാർട്ടി മെമ്പർക്ക് 10 കുടുംബം, മിനിമം 10 കുടുംബം എന്നുള്ള നിലയിൽ അതിലെ പാർട്ടി മെമ്പർമാരുടെ എണ്ണത്തിന് ആപേക്ഷികമായി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് ആ 10 കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കേൾക്കണം എന്നുള്ള സൂത്രവാക്യം, സമവാക്യം എത്രയോ നാളുകളായി CPM നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.